ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് സ്വീറ്റായ ഡേറ്റ്സ് മാമൂലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഡേറ്റ്സ് മാമൂൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉരുക്കിയെടുത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. 1 മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴമാണെങ്കിൽ ഒന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചോപ്പറിലിട്ട് കൊടുക്കുകയാണ്. നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിന്. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2-3 രീതിയിൽ ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. മാമൂൽ ഉണ്ടാക്കുന്ന മോൾഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. ഞാനിപ്പോൾ മോൾഡ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. ഇനി ഈ മാവൊന്ന് പരത്തിയെടുക്കണം. 1/2 ഇഞ്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കാം. ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി ഇത് സ്ലൈസ് ചെയ്ത് ഒരു ഇഞ്ച് കനത്തിൽ ഇത് സ്ലൈസ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഈ മാമൂല് വരുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഡേറ്റ്സ് മാമൂൾ ബാൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കുറച്ച് മാവെടുത്തൊന്ന് പരത്തിയെടുക്കണം. അരയിഞ്ച് കനത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളത്തിലൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ കവർ ചെയ്ത് സീൽ ചെയ്തെടുക്കാം. ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ 3 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി അതിന് മുകളിലായിട്ട് എന്തെങ്കിലും പാറ്റേൺസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്സ് മാമൂൽ ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാമൂൽ മോൾഡ് ഇല്ലാതെ എങ്ങനെ ഡേറ്റ്സ് മാമൂൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ കുറച്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ആ ഡേറ്റ്സ് മിക്സ്ചറിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കുറേ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ മിക്സ്ചറും കൂടെ വെച്ച് ഇതിനെ കവർ ചെയ്തൊന്ന് സീൽ ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ ഫില്ലിങ്ങിൻ്റെ കൂടെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാം പൊടിച്ചതാണ് വെച്ച് കൊടുക്കുന്നത്. അതും കൂടെ വെച്ച് ഇതിനെ കവർ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു കത്തി കൊണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ അതിന് ചുറ്റിനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനൊന്ന് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അതൊന്ന് ബേക്കായി വരും. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് മാമൂൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ മാമൂലും ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഡേറ്റ്സ് മാമൂൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.